നമസ്കാരം. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 24 മണിക്കൂറിൽ പ്രകൃതിയുടെ പ്രകോപനം അതിരൂക്ഷമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മധ്യകേരളത്തെ പിടിച്ചുകുലുക്കി കനത്ത മഴ താണ്ഡവമാടുമ്പോൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ വിവിധ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാഹചര്യം അതീവ ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, എറണാകുളം, കോട്ടയം എന്നീ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കോലാഹലമേട്ടിൽ കനത്ത മഴയെ തുടർന്ന് വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. മലവെള്ളപ്പാച്ചിലിലും മണ്ണിടിച്ചിലിലും പ്രദേശത്തെ ഗതാഗത ബന്ധവും ആശയവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മധ്യകേരളത്തിൽ കലുതുള്ളി പെയ്യുന്ന മഴയിൽ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. കോട്ടയത്തെ കൂട്ടിക്കൽ, മുണ്ടക്കയം മേഖലകളിലും പത്തനംതിട്ടയിലെ റാന്നി, കോന്നി ഭാഗങ്ങളിലും മലയോരങ്ങളിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഏത് നിമിഷവും വൻ ദുരന്തം വിതയ്ക്കാവുന്ന രീതിയിലാണ് മലവെള്ളം കുത്തിയൊലിച്ച് എത്തുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിയാണ് 7 ജില്ലകളിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശം കടുപ്പിച്ചിരിക്കുന്നു. മറ്റു ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ നിലവിലുണ്ട്. ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും റവന്യൂ അധികൃതർ നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പെരിയാർ, മൂവാറ്റുപുഴയാർ, മീനച്ചിലാർ, മണിമലയാർ, പമ്പ എന്നീ മധ്യകേരളത്തിലെ പ്രധാന നദികളെല്ലാം ജലനിരപ്പ് അപകടകരമായ അളവിലും മുകളിലേക്ക് ഉയരുന്നുണ്ട്. തീരത്തോട് ചേർന്ന് താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണി കണക്കിലെടുത്ത് നദിക്കരകളിലേക്ക് ആരും പ്രവേശിക്കരുതെന്നും പോലീസിന്റെ താക്കീതുണ്ട്. ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് അതിവേഗം ഉയരുകയാണ്. അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തോരാതെ പെയ്യുന്നതിനാൽ ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് നദീതീരങ്ങളിലുള്ളവർക്ക് വീണ്ടും അലർട്ട് നൽകിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ റവന്യൂ വകുപ്പ് രാത്രികാല നിരീക്ഷണം കടുപ്പിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട് ജില്ലകളിലെ മലയോര പാതകളിലൂടെയുള്ള രാത്രി യാത്രയ്ക്കും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ പ്രവേശിക്കുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് കാവൽ ശക്തമാക്കി. അപകട സാധ്യതയുള്ള മരങ്ങളും വൻ പാറകളും പാതയോരങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ദുരന്ത സമാനമായ സാഹചര്യത്തെ നേരിടാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ ദുരന്ത നിവാരണ സേനയും സുസജ്ജമായി രംഗത്തുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലേക്ക് കൂടുതൽ ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വ്യോമസേനയോടും നാവികസേനയോടും അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് സജ്ജരായിരിക്കാൻ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. എന്തായാലും കേരളത്തിൽ മഴ കനക്കുകയാണ്, കാലവർഷം കനക്കുകയാണ്. നമുക്കറിയാം, 2 പ്രളയങ്ങളെ അതിജീവിച്ചൊരു നാടാണ്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ ധാരാളമായി ആവശ്യമുണ്ട്. മലവെള്ളപ്പാച്ചിലുകളുണ്ട്. ആളുകൾ ജാഗ്രതയോടെ ഇരിക്കുക.